പിണറായി വിജയൻ സർക്കാരിൻ്റെ 1ാം വാർഷികം എന്ന എൻ്റെ കേരളം എന്ന പരിപാടിക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നു, മത്സരം ഉണ്ടായിരുന്നു. രാഗം ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് GUP സ്കൂൾ പഠിക്കുമ്പോഴായിരുന്നു, 7ാം ക്ലാസ്സിൽ. അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഇഷ്ടമുള്ളവർക്ക് പോയി വരയ്ക്കാം. അതിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നു, നമുക്ക് വരച്ച് നോക്കാമെന്ന് വെച്ചാൽ ആനയുടെ പടങ്ങളൊക്കെ. VR ഗുരുവായൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്രാവലിംഗ് ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു വ്ളോഗാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഞാൻ മുന്നേ പടം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് പടം വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. മെയിനായിട്ട് ആദ്യം ഞാൻ ഈ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു. പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ സ്കൂളിൽ കോമ്പറ്റീഷൻ വരുമ്പോൾ ടീച്ചർമാരൊക്കെ പറയും എല്ലാവരും പങ്കെടുക്കണം എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കും. ഞാൻ ഒരു തമാശയൊക്കെ വെറുതെ ഒരു വീടൊക്കെ വരയ്ക്കും, പുറകിൽ ഒരു മതിലൊക്കെ ആയിട്ട് തെങ്ങൊക്കെ ആയിട്ട്, അങ്ങനെ ഒരു പെൻസിൽ ഡ്രോയിങ്. പക്ഷെ അവിടുത്തെ ടീച്ചർമാർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് അതിന് ഫസ്റ്റും കിട്ടി. അങ്ങനെ പിന്നെ ആലോചിച്ചു അത് കൊള്ളാലോ ഇങ്ങനെ പടം വരയ്ക്കാൻ. അങ്ങനെ ഞാൻ പടം വരച്ച്. അപ്പോൾ ആ വീഡിയോ, ആ ഫോട്ടോസൊക്കെ അമ്മ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മ്യൂറൽ കൊള്ളാലോ, അപ്പോൾ ഇക്കൊന്ന് വരച്ച് നോക്കി. അത് ഡേവിഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ വരച്ച് നോക്കി. ആദ്യമായിട്ട് വന്ന് മൊത്തം കൊള്ളായി. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കണ്ണ് അതിൻ്റെ ഒരു ചുണ്ടൊക്കെ വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ വരച്ച് അതിൽ രസമൊക്കെ തോന്നി. പിന്നെ അത് ഇഷ്ടപ്പെട്ടു. ഞാൻ മ്യൂറലാണ് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അത് മ്യൂറലാണ് ഞാൻ വരച്ചിരിക്കണത്. ഞാൻ മുന്നേ വരച്ചിട്ട് ഇത്ര 6, 5, 4 കണ്ട് 5 ലോക്ക്ഡൗൺ സമയത്ത്. ആ സമയത്ത് വരച്ചാണ്. ഇതിന് ഷോർട്ട് വീഡിയോ മുന്നേ ഇട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ. അപ്പോൾ അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ 3 എണ്ണം ഉണ്ട്, 3 പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പറഞ്ഞ് എടുക്കുക. അപ്പോൾ അടുക്കത്ത് പറഞ്ഞ് എടുത്ത് നോക്കാം. നമുക്കിപ്പോൾ ബാക്കി 2 മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. മുന്നേ വരച്ച് 5, 6 കണ്ട് പിന്നെ ഒരു വട്ടം എടുത്തു. ഇനിയിപ്പോ ഞാൻ അങ്ങനെ വരയ്ക്കുന്നുണ്ട് രസത്തിനൊക്കെ. ശിവന്റെ, അതെ ശരി, ശിവന്റെ ആട്ടോ. മുന്നേ ഞാൻ ശിവന്റെ പടം വരച്ചിട്ടുണ്ടായിരുന്നു. മ്യൂറലൊന്നല്ല, മ്യൂറല് വേറെ ഒരെണ്ണം കേട്ടോ. ഇതല്ല മ്യൂറല്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വരച്ചെന്നുള്ളൂ ശിവന്റെ. പിന്നെ ഇതേപോലെ മുന്നേ വരച്ചിട്ടുണ്ട്. അതൊക്കെ A4 ഷീറ്റില്ല, അതൊക്കെ കാണാനില്ല. എന്നാലും ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പരമാവധി ഞാൻ കാണിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് 2ാമത്തെ പടം വരച്ച് കാണാം. പക്ഷെ തിരിച്ചു വെക്കാനുള്ളത് ഞാൻ തുറക്കുമ്പോ അതൊരു മ്യൂറൽ ടച്ചപ്പാട്ടോ. അർദ്ധനാരീശ്വരാണ് സങ്കല്പം. അതാണ് ഞാൻ ഉദ്ദേശിച്ച് വരച്ചത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ, മറക്കല്ലേ. ഇഷ്ടപ്പെട്ട പടം ഏതാന്ന് വെച്ചാൽ ഒന്ന്, ഇതിപ്പോ 2ാമത്തെ, അടുത്ത കാണിക്കും 3ാമത്തെ. ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ ആ ഒരു നമ്പർ അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ രീതിക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് ഒന്ന് കമന്റ് ഇട്ടാണ്. അപ്പൊ ആ 3ാമത്തെ നമുക്കൊന്ന് എടുക്കാം. അപ്പൊ നമുക്ക് 3ാമത്തെ പെയിന്റിങ് തുറന്ന് നോക്കാം. ഇത് ഞാൻ കാണിച്ചു തരില്ല. ഇതാണ് ശരിക്കും മ്യൂറല്. കണ്ടില്ലേ? വേറെ ആരുമല്ല, കൃഷ്ണനാണ്. ഇത് അതേപോലെ ഇഷ്ടപ്പെട്ടതിനെ കമന്റ് ഇടണം കേട്ടോ. അതേപോലത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കമന്റ് ഇടണം. ഇത് 3ാമത്തെ നമ്പർ അനുസരിച്ച് വിടാം, അല്ലാത്ത രീതിക്ക് വിടാം. അപ്പൊ ഞാൻ ഈ വരച്ച 3 പടങ്ങളും സത്യം പറഞ്ഞാൽ വരച്ച് പഠിച്ചതാണ്. സത്യം പറഞ്ഞാൽ അല്ലാണ്ട് ആരും അങ്ങനെ പഠിച്ചതൊന്നുമല്ല, കണ്ടുപഠിച്ചു അത്രേ ഉള്ളൂ. നമുക്ക് ഗൂഗിൾ പറഞ്ഞെടുത്ത് നോക്കിയെടുത്ത് പറ്റും. എല്ലാ ഫോട്ടോസും ഉണ്ടാവും. അതിൽ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ എടുത്തു, ഞാൻ വരച്ചു അത്രേ ഉള്ളൂ. പഠിച്ചിട്ടില്ല ഇതായിട്ടും. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പഠിക്കണം. ഞാനൊക്കെ ഉണ്ട്. ഇതിനെ പഠിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി പഠിച്ചിട്ട് ഇനി നല്ല നല്ല പടങ്ങൾ, ഇതിന് കുറച്ചുകൂടി നന്നാവാണ്ട് സത്യം പറഞ്ഞാൽ. കണ്ണതിൻ്റെ ഒക്കെ എൻ്റെ ഒരു ഭംഗിയുണ്ട്, അതിന് മ്യൂറലിനൊക്കെ ഒരു ഭംഗിയുണ്ട്. ആ രീതിക്ക് വരാണ്ട് കുറച്ചൊക്കെ പോരായ്മകളുണ്ട്, അതൊക്കെ തിരുത്തണം നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യം വരച്ചെന്ന് വെച്ചാൽ വെറും സൂര്യനൊക്കെ ആയിരുന്നു. സൂര്യനിൽ ഇങ്ങനെ ഓറഞ്ച് കളർ കൊണ്ട് കുറേ വരാൻ അങ്ങോട്ടും ഒരെണ്ണം മഞ്ഞ, ഒരെണ്ണം ഓറഞ്ച്, ഒരെണ്ണം മഞ്ഞ ഓറഞ്ച്. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി സംഭവമൊക്കെ കിട്ടും. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ആദ്യം ക്രയോൺസ് ഒക്കെ ആയിരുന്നു, ക്യാമലിൻ്റെ അങ്ങനെയൊക്കെ ക്രയോൺസും കാര്യങ്ങളൊക്കെ.
ക്രയോൺസ് ഒക്കെ ഉപയോഗിച്ചു നല്ലോണം ഉരച്ചൊക്കെ കളറൊക്കെ ചെയ്ത് എന്നാലും അതിൻ്റെ ഒക്കെ ഒരു ഇത് കിട്ടുന്നില്ല. നമ്മളാ നല്ലോണം കട്ടിക്ക് വരച്ചിട്ട് നല്ലോണം കട്ടിക്ക് വരച്ചിട്ട് അതിൻ്റെ ആ ഒരു കട്ടിക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിൽക്കുക. അപ്പോൾ അത് സ്കെലിച്ച് കളയാന്ന് നോക്കിയാൽ ആ ഭാഗം ചോറും ചെയ്യും. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു. പിന്നെ പെയിൻറ്റിങ് എന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ കളർ ഉണ്ടല്ലോ, വാട്ടർ കളർ നല്ല രസം വാട്ടർ കളർ ഉപയോഗിക്കാൻ. വാട്ടർ കളറൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് അവിടെ ഒരു ഗുരുവായൂർ ആനവരാന്ന് തന്നെ പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഇഷ്ടമുള്ളവർക്ക് പോയി വരയ്ക്കാം. അതിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നു നമുക്ക് വരച്ച് നോക്കാന്ന് വെച്ചാൽ ആനയുടെ പടങ്ങളൊക്കെ 2 ദിവസം മുന്നേ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആനയുടെ വരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ. സംഭവങ്ങളൊക്കെ ആനയുടെ നെറ്റിപ്പട്ടും അതുപോലെ തന്നെ എല്ലാം വരച്ചൊക്കെ പഠിച്ചു. അവിടെ ചെന്നു വാട്ടർ കളറായിരുന്നു, വാട്ടർ കളർ ഒന്ന് വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട് വരയ്ക്കാനുള്ള ഗുരുവായൂർ ദേവസ്ഥൻ്റെ വീട്ടില്. ഞാൻ അന്ന് വരച്ചതിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒന്നുമല്ല പങ്കെടുത്തു. അത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ആന വരയ്ക്ക് വേണ്ടിയിട്ട്. അത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ അത് വേണ്ടി ഞാൻ ഓയിൽ പേസ്റ്റ് ഉപയോഗിച്ചു. ഓയിൽ പേസ്റ്റ് അടിപൊളിയാണ്. ഇങ്ങനെ വരച്ച് അത്യാവശ്യം കൊടുത്തിട്ട് ഇങ്ങനെ പേപ്പറൊക്കെ വെച്ച് അത്യാവശ്യം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത 3D ആയിട്ട് അല്ല 3D അല്ല എൻ്റെ രീതിക്ക് 4K നല്ല റിസൾട്ടിൽ അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. അത് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞു ആനവരയുടെ കാര്യം, ആനവരയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ അത് ഈ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ആനവരയുടെ 2023 ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ പാർട്ടിസിപ്പൻ്റ് ആവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മാതൃഭൂമി ഗുരുവായൂർ ദേവസ്വം കണ്ടില്ലേ, മാതൃഭൂമി ആനവര. അതുപോലെ തന്നെ ഗുരുവായൂർ ബുക്ക് സ്റ്റാൾ ഉണ്ടല്ലോ വായനശാല, അവിടെയും അതേപോലെ തന്നെ ഒരു യാഗം ക്ലബിൻ്റെ നേതൃത്വത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. അത് GUP സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു 7ാം ക്ലാസ്സിൽ. അന്ന് ടീച്ചർമാരിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലബിന് 3 പേര് ക്ലാസ്സിൽ പോകണം, 4 പേര് പോകണം. അപ്പോൾ അതിനുവേണ്ടി പോകുന്നുണ്ടായിരുന്നു 3 പേര്. അന്ന് ഞാനും ശ്രീകാന്തും അനന്തും കൂടി ആയിരുന്നു പോകുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുള്ള പരിപാടിയായിരുന്നു. പടം വരയ്ക്കുന്ന ആൾക്കാരായിരുന്നു അതിന് മെയിനായിട്ട് ഉണ്ടായിരുന്നു സംസാരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ വരയ്ക്കണം, അങ്ങനെ വരയ്ക്കണം, വരയുടെ കഥകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ സ്പെൻഡ് ചെയ്യാൻ പറ്റി അവരുടെ കൂടെ, അവരുടെ സംസാരിച്ച് പരിചയപ്പെട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനും ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് യാഗം ക്ലബിൻ്റെ 7ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള. അതും ഭയങ്കര സന്തോഷമാണ്. അത് ഇതേപോലെ തന്നെ പടം വരേനെ കുറിച്ചായിരുന്നു. അതും ഒരു അടിപൊളി ദിവസമായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് സാറന്മാരൊക്കെ അടിപൊളിയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് CM ടീച്ചറായിരുന്നു 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറൊക്കെ കുറേ ക്ലബിന് ഞങ്ങൾ വിട്ടിട്ടുണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. കുറേ ക്ലബിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ 1ാം വാർഷികം എന്ന എൻ്റെ കേരളം എന്ന പരിപാടിക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നു. GUP സ്കൂളായിരുന്ന പേരിൽ. അന്ന് എൻ്റെ കേരളം തന്നെ പരിപാടിക്ക് പടം വര മത്സരം ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ കൂട്ടുകാരനെ എനിക്കും പ്രൈസ് ഉണ്ടായിരുന്നു. അവന് ഫസ്റ്റും എനിക്ക് 3rd കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് അത് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അവിടെ പിന്നെ പടം വരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പടം വരയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ ഉപഹാരമാണിത്. ആ സമ്മാനമാണ് ഈ കാണുന്നത് എൻ്റെ കേരളം തന്നെ പരിപാടിയുടെ. അതും ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ അതെ പടം വരയുടെ ഭാഗമായിട്ട് കിട്ടുക തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ എൻ്റെ കേരളം തന്നെ പരിപാടിക്ക് 3ാം സ്ഥാനം കിട്ടിയ കേരളമൊക്കെ. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് ഹരിത V കുമാർ എന്ന് തന്നെ മേഡമായിരുന്നു. 2022 തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കലക്ടറായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. അന്ന് നല്ല രസമായിരുന്നു പടം വരയും കാര്യങ്ങളൊക്കെ. ഉദ്ഘാടനം ചെയ്ത ആ മേഡം തന്നെയായിരുന്നു. ഞാൻ അതിനാ അങ്ങനെ കണ്ടിട്ടുള്ളത് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ലഡു തരണം സംസാരിച്ചിട്ടൊക്കെയാണ്. ഇവിടെ ഞാൻ കണ്ടത് പടം വരച്ചിട്ടാണ്. എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ എന്തില്ലാവുന്നു. പിന്നെ പടം വരച്ചിട്ടാണ് ഒരു പൂവും പിന്നെ കുറച്ച് ഇലകളൊക്കെ ആയിട്ട് നല്ല രസമുള്ള പടം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള സംഭവമായിരുന്നു. അതേപോലെ പടം വരയ്ക്കാനും പടം വരയുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടാനും അങ്ങനെ പടം വരയ്ക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചു. അത് വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു. അതൊക്കെ സർട്ടിഫിക്കറ്റ് ആയിട്ട് കണ്ടില്ലേ, സർട്ടിഫിക്കറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. ഇനിയും പടമൊക്കെ വരയ്ക്കണം കേട്ടോ. എനിക്ക് 2 മാസം വെക്കേഷൻ അല്ലേ, പടം വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോട്ടൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞില്ല, ഇഷ്ടപ്പെട്ട ഏതാണ് മ്യൂറൽ പെയിൻറ്റിങ് അല്ലെ പടം വരച്ചെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് പോരായ കൊണ്ടേ പറയാൻ കേട്ടാ. അതിനെക്കുറിച്ച് അറിയെങ്കിൽ എനിക്ക് പറഞ്ഞു തരുകയും ചെയ്യണം. അപ്പോൾ
എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. ഹ്യൂമറിലാണ് മെയിനായിട്ട് പടം വരെയൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.